ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നലത്തെ വിശേഷം പറയാൻ വേണ്ടിയിട്ടാണ്. ഇന്നലെ ഞങ്ങൾ ഇക്കാടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ കൂടിയിട്ട് ഒരു 4 ഫാമിലി കൂടിയിട്ട് കൊല്ലങ്കോട് പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ തീരുമാനമൊക്കെ എടുത്ത് വരുമ്പോഴത്തേനും ഉച്ചയായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ പാലക്കാട് ഫർസി കുഴിമന്തിയിൽ കയറിയിട്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ കൊല്ലങ്കോട് പോകാൻ വേണ്ടിയിട്ട് തീരുമാനം എടുത്തത്. അങ്ങനെ ഞങ്ങൾ ഇതിനകത്ത് കയറി എല്ലാവരും മന്തി കഴിച്ചു. മക്കളെല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു. മന്തി എന്ന് പറഞ്ഞാൽ തന്നെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിനനുസരിച്ചിട്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും അസലായിട്ട് മന്തി കഴിച്ചു. അങ്ങനെ ആദ്യം ഞങ്ങൾ പോയത് സീതാർകുണ്ട് വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ പ്രതീക്ഷിച്ചതുപോലെ ഉള്ളൊരു കാഴ്ചയൊന്നും ഞാൻ അവിടെ കണ്ടില്ല. ഈ സ്റ്റെപ്പ് കയറി കാല് കഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറി പോയി എന്നല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ കാണാനൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇരുന്ന് ഫോട്ടോ എടുക്കാനും അത്യാവശ്യം ചെറിയൊരു തണുപ്പും കാര്യങ്ങളും തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് കളിക്കാൻ പറ്റിയ, വെള്ളത്തിലിറങ്ങി കളിക്കാൻ പറ്റിയ ഒരുപാട് സ്പേസൊന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് സ്റ്റെപ്പ് കയറി ഇറങ്ങുക അത്രേ മെയിനായിട്ട് അവിടെ പോയപ്പോൾ കണ്ടുള്ളൂ. അത്രയും കഷ്ടപ്പെട്ട് മുകളിൽ കയറിപ്പോയത് വെറുതെ ആയെന്ന് തോന്നി. പിന്നെ ഞങ്ങൾ താഴത്തിറങ്ങി ഒരു ഐസൊക്കെ കഴിച്ച് അവിടെ വണ്ടിയുടെ അടുത്തിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ താമരപ്പാടം കാണാൻ വേണ്ടിയിട്ടാണ് പോയത്. അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഓരോരുത്തർ വന്നിട്ടും കുറേ ആൾക്കാർ പോയിട്ടും അങ്ങനെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. കണ്ണെത്താ ദൂരത്തോളം പരന്ന് കിടക്കുന്ന നെൽപ്പാടങ്ങൾക്ക് ഇടയിലൂടെ വരമ്പിലൂടെ പലതരം വർണ്ണത്തിലും രൂപത്തിലുമുള്ള പൂക്കളാൽ അലങ്കരിച്ചിട്ടുള്ള ഒരു എന്താ പറയുക, കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു കൊല്ലങ്കോട്ടത്തെ നാട്ടുകാർ സെറ്റാക്കിയിട്ടുള്ള ഈ ഒരു താമരപ്പാടം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഏർമാടൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുകളിൽ കയറിയിട്ട് നമ്മൾ താഴത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ താമരപ്പാടം മുഴുവനായിട്ട് കാണാൻ പറ്റും. ഏറ്റവും നന്നായിട്ടുള്ളത് ആ ഒരു എന്താ പറയുക, തലയെടുപ്പോടി നിൽക്കുന്ന ആനയുടെ ആ ഒരു പ്രതിമ അവിടെ ഉള്ളത് ഭയങ്കര നല്ലൊരു രസമായിട്ട് തോന്നി. അതേപോലെ തന്നെ കുട്ടികൾക്ക് ഓടിക്കളിക്കാനും ഒക്കെ പറ്റിയ ഒരു നല്ലൊരു പ്ലേസായിട്ട് തോന്നി. അതുപോലെ ഇതിനനുസരിച്ചിട്ട് അവിടെ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നുകൂടി നമ്മുടെ വരുന്ന വിനോദയാത്രക്കാരെ ഒന്ന് എന്താ പറയുക ഉത്സാഹിപ്പിക്കാൻ ആ ഒരു പാട്ടും നന്നായിട്ട് സപ്പോർട്ടീവ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയൊക്കെ നോക്കൂ. 2 തരം ഏർമാടമുണ്ട് അവിടെ. പിന്നെ മുള കൊണ്ട് കെട്ടിയിട്ടുള്ള ഇരിപ്പിടങ്ങളുണ്ട്. അവിടെയൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ഓരോരുത്തർ എണീറ്റ് പോകുന്നേ ഇല്ല. നമുക്കൊന്നും ഇരിക്കാനുള്ള സീറ്റ് പോലും കിട്ടിയില്ല. നമ്മൾ പോയി ചുറ്റും നടന്ന് കണ്ട് അങ്ങനെ നമ്മൾ ഇറങ്ങുക ചെയ്തത്. ഓരോരുത്തർ രാത്രി ആവുന്നത് വരെ അവിടെ ഇരുന്നു. ഇപ്പോൾ ഈ പകൽ വെളിച്ചത്തിൽ ആ ഒരു ലൈറ്റിൻ്റെ ഭംഗി ആസ്വദിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ രാത്രി ഇരുട്ടും തോറും ആ ഒരു ലൈറ്റിൻ്റെ ഭംഗി കൂടി വരുന്നുണ്ടായിരുന്നു കേട്ടോ. കൂടെ വന്നവരൊക്കെ പല ഭാഗത്തായിട്ട് ചിന്നിച്ചെതറിയാണ് ഉള്ളത്. അപ്പോൾ അവർ ഫോട്ടോ എടുത്തിട്ടും വീഡിയോ എടുത്തിട്ടും റീൽസ് എടുത്തിട്ടൊക്കെ അവിടെ എവിടേക്കോ അവരുണ്ട്. അങ്ങനെ ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ഞങ്ങളതിൻ്റെ മുകളിൽ നിന്ന് താഴത്തെ ഇറങ്ങി അങ്ങനെ എല്ലാവരും കണ്ടുമുട്ടി. അങ്ങനെ ബാക്കിയുള്ള ഭാഗവും കൂടി കറങ്ങി അടിച്ചിട്ട് ഞങ്ങൾ ലാസ്റ്റ് ഇവിടെ ഈ ഒരു സ്പോട്ടിൽ വന്നിട്ട് ഫോട്ടോസ് എടുത്തു. ഞങ്ങൾ പോകുന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു. അങ്ങനെ സീതാർകുണ്ട് ഇറങ്ങി വന്നതിൻ്റെ ക്ഷീണം ഞങ്ങൾ ഇവിടെ തീർത്തു. അങ്ങനെ കാണാതെ പോയവരെയൊക്കെ കണ്ടുമുട്ടി. അങ്ങനെ എല്ലാവരും റിട്ടേൺ വരാൻ ഉദ്ദേശിച്ച് നിൽക്കുകയാണ്. ഏകദേശം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. ഒരു 7 മണിയോടുകൂടി ആയപ്പോഴത്തേനും ഈ ഒരു അവസ്ഥയായി. നല്ല ഇരുട്ടായിരുന്നു. പക്ഷെ എന്നാലും നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ. ഈ സമയത്ത് ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. ഒന്നുകൂടിയും ഈ സമയത്ത് കാണാനാണ് ഒന്നുകൂടി ഭംഗിയുള്ളത്. അങ്ങനെ അന്നത്തെ യാത്ര അത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.